ഇപ്പൊ മാം ഇപ്പൊ MBBS ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു 5.5 വർഷത്തെ MBBS ലൈഫിൽ മാമിന് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള തോന്നി, മാം സ്റ്റിൽ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യുന്ന എന്തെങ്കിലും മൊമെന്റ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റൂ? അതിനെന്താണെന്ന് വെച്ചാൽ ഞാൻ MBBS ജോയിൻ ചെയ്തത് 2009 കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാൻ MBBS ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ സർജറി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും കുറേ ആര്യമാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് സർജറി പോസ്റ്റിംഗ് സമയത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് നമുക്കന്ന് ബേൺസ് ആയിട്ട് അഡ്മിഷൻ ആയതാണ്. ഒരുപാട് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പം ആള് ബെറ്ററായി വരുമായിരുന്നു. നമ്മൾ ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ട് ആള് നല്ല ക്ലിനിക്കലി നല്ല ബെറ്ററായി വന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയതാണ്. ആ ഒരു മാസക്കാലം നമ്മൾ അവരെ കെയർ ചെയ്തിരുന്ന പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിനെ നമുക്കറിയാം. അവർ വീട്ടിൽ പോയാലും നമ്മളോട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. മക്കളെ ഇന്ന രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഡിസ്ചാർജ് ആയി പോയെങ്കിലും ബൈസ്റ്റാൻഡർ നമ്മളെ പിന്നെയും കോണ്ടാക്ട് ചെയ്യലുണ്ട്, അപ്ഡേറ്റ്സ് പറയാറുണ്ട്. ഒരു തവണ എനിക്കൊരു കോള് വന്നു, ഡോക്ടർ എവിടെയുള്ളതെന്ന്. അപ്പം ഞാൻ നെഫ്രോളജി വാർഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെന്താ വരാലോ, അമ്പലപ്പുഴയാണ് അവരുടെ വീട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ പൊസിഷൻ ചെയ്ത് അവിടെ ചെന്ന് നിന്ന സമയത്ത് ആള് നിൽക്കുന്നത് മോർച്ചറിയുടെ മുമ്പിലാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ആള് ഇതിനുള്ളിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ ഉള്ളിൽ കയറി, എൻ്റെ പ്രൊഫസർ അവിടെ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്, അവർ ഓട്ടോപ്സി ചെയ്യുകയാണ്. ഞാനിങ്ങനെ സ്റ്റില്ലായി നിൽക്കുകയാണ്. സാറ് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ലൈക്ക് എനിക്ക് ആ പേഷ്യൻ്റ് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര ചിരിച്ച മുഖത്തോടുകൂടി അമ്മ അവിടെ നിന്ന് ഇറങ്ങിയത്. സോ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ അമ്മയ്ക്ക് പോലീസുകാരനാക്കണം എന്നുള്ളൊരു മകനും അച്ഛൻ ഗൾഫിലായിരുന്നു. അച്ഛൻ ജോലി ഉപേക്ഷിച്ച് വന്നതാണ് ഈ അമ്മേൻ്റെ കെയർ ചെയ്യാനായിട്ട്. സോ ആ ഫാമിലി എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും.